ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണുള്ള അവസ്ഥ എന്നുള്ള ചിന്തയാണ് ഇപ്പം എനിക്ക്. കാരണം പാളിപ്പോയൊരു ദോശക്കഥയാണ് എനിക്ക് പറയാനുള്ളൂ ഗൈസ്. ഞാൻ രാവിലെ തന്നെ തലേ ദിവസം രാത്രി ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മ എനിക്ക് നല്ല ദോശ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എടുക്കണം, ഏസ്തറ്റിക്കായിട്ട് തന്നെ എടുക്കണം, നല്ല ഇങ്ങനെ വെള്ളമൊക്കെ തളിച്ച് ദോശക്കല്ലിൽ ഇങ്ങനെ ദോശമാവൊക്കെ ഒഴിച്ച് പരത്തി അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഇതുവരെ ദോശമാവ് അരയ്ക്കാത്ത ഞാൻ അതൊക്കെ പഠിച്ച് അമ്മോട് ചോദിച്ച് ദോശമാവൊക്കെ അരച്ച് വെച്ച് രാവിലെ ദോശ ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലൊരു ഗതികെട്ടവും വേറെ ഉണ്ടാവും. ഞാൻ ഒട്ടിപ്പിടിക്കാൻ ഇത് ദോശക്കല്ല് കൂടിയല്ല, നോൺ സ്റ്റിക്ക് പാനാണ്. എന്നിട്ടാണ് ഇങ്ങനെ. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ, ദോശയുടെ പ്രശ്നമാണോ, ദോശക്കല്ലിൻ്റെ പ്രശ്നമാണോ, എനിക്കൊന്നും ഇനി ദോശമാവിൻ്റെ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ 4ാമത്തെ ട്രയലാണ്. ഇതിനകത്ത് ഏകദേശമൊക്കെ ശരിയായി വന്നു. അപ്പോൾ ഇതെനിക്കൊരു വലിയ പാടായിരുന്നു. തുടക്കം തന്നെ എല്ലാം സെറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ചിലപ്പോൾ നടന്നൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അങ്ങനെ ഞാനും അവസാനം വട്ടത്തിലൊരു ദോശ ഒപ്പിച്ചു.